ഹലോ, കഴിഞ്ഞ വീഡിയോ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാത്തവർ ജസ്റ്റ് അവിടെ പോയിട്ടൊന്ന് കാണാം കേട്ടോ. തൊട്ട മുന്നേയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ബീഡ് വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ്. അത് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ബ്രേസ്ലെറ്റ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രേസ്ലെറ്റ് ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഇതിൽ നിന്ന് വീണ്ടും ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയാൽ മറ്റൊരു അടിപൊളി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത്. ഞാൻ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഇതാ പുതിയൊന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞതിൽ ത്രെഡ് ഇവിടെ കെട്ടി അവസാനിപ്പിച്ചില്ലേ, അപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാതെ തന്നെ രണ്ട് ഭാഗത്തേക്ക് ത്രെഡിനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് കാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണാം. ഞാൻ രണ്ടും ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോന് ലെങ്ത് ഒരുപാട് കൂടും. അതുകൊണ്ടാണ് രണ്ടായിട്ട് പറയുന്നത് കേട്ടോ, രണ്ട് പാർട്ടായിട്ട് എടുക്കാൻ നോക്കിയത്. അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഈ ഒരു ത്രെഡിനെ അല്ലെങ്കിൽ എലാസ്റ്റിക്കിനെ എത്തിക്കണം. ഏതെങ്കിലും ഒന്നുകിൽ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്ത്. അപ്പോൾ ഞാൻ വന്നിട്ട് ഈ ഭാഗത്തേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് വന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു. ഇനി ഇപ്പോഴത്തെ ത്രെഡിനെ ഇതിലെ ഈ ഒരു ബീഡ്, ഈ ഒരു ബീഡ്, ഈ ഒരു ബീഡ് ഇങ്ങനെ വന്നിട്ട് ഇപ്പുറത്തേക്ക് എത്തിക്കണം. അപ്പോൾ 3 ബീഡിലൂടെ കോർക്കാം. അപ്പോൾ ഇതേപോലെ കോർത്തെടുക്കാം. ഓക്കെ, ഇവിടെ എത്തി. ഇനി നേരെ ഇതിൻ്റെ ഈ ഒരു ബീഡിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് വരണം കേട്ടോ. ഓൾറെഡി ഇവിടെ ഒരു ത്രെഡ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് വരണം. അപ്പോൾ ഇതിനെ ഈ ഒരു 3ാമത്തെ ബീഡിലൂടെ കോർക്കാം. ഇതിൻ്റെ അറ്റം നന്നായിട്ട് പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കോർക്കാൻ കഴിയും. പിന്നെ ഇവിടെ വന്നിട്ട് 2 ത്രെഡ് ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് വേഗം കോർക്കാൻ പറ്റാത്തത്. കണ്ടോ, അറ്റം നല്ല രീതിക്ക് പിരിച്ചപ്പോൾ കോർക്കാൻ പറ്റി. ഇതിനെ നല്ല രീതിക്ക് വലിക്കുക, ടൈറ്റ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഈ ബീഡ്സിനെ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ. ഇങ്ങനെ വന്നു. ഇങ്ങനെ വന്നതിന് ശേഷം ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ മുകളിലുള്ള ത്രെഡില്ലേ അതിൽ 2 ബീഡ് കോർക്കാം. 2 കോർത്തു. ഈ 2നെ ഇങ്ങനെ മാറ്റി വെക്കട്ടോ. ഓക്കെ, അടുത്ത വന്നിട്ട് ഒരു ബീഡ് കൂടെ കോർക്കാം. കോർത്തതിന് ശേഷം നമ്മുടെ തൊട്ടപ്പുറത്തെ ത്രെഡില്ലേ അതിനെ ഓപ്പോസിറ്റായിട്ട് കോർക്കാം കേട്ടോ. ഇതേപോലെ ഓപ്പോസിറ്റായിട്ട് കോർക്കാം. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇട്ട് കഴിഞ്ഞാൽ കൈ നിറഞ്ഞു കേട്ടോ. ഒരു 4-5 വള ഇട്ടതുപോലെ ഉണ്ടാവും, ഫില്ലായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഒരു 5-6 ബ്രേസ്ലെറ്റ് ഇട്ട് ബീഡ്സിൻ്റെ ബ്രേസ്ലെറ്റ് ഇട്ടതുപോലെ ഇരിക്കും. ഇനി വന്നിട്ട് ഈ ഒരു ഭാഗത്തുള്ള ത്രെഡ്, ഈ ബ്രേസ്ലെറ്റിൻ്റെ ഭാഗത്തുള്ള ത്രെഡ് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബീഡിലേക്ക് കോർക്കാം. ഒരു ബീഡിലേക്ക് കോർക്കാം. ഇപ്പുറത്തതിൽ 2 ബീഡ് കോർക്കാം. അപ്പോൾ ഒരു ബീഡ് കോർത്തു. രണ്ടാമത്തെ ബീഡിൽ ഓപ്പോസിറ്റായിട്ട്
ഇത് വന്നിട്ട് രണ്ടാമത്തെ ബീഡ്. ആ രണ്ടാമത്തെ ബീഡിൽ ഈ ഒരു ത്രെഡ് ഓപ്പോസിറ്റായിട്ട് കോർക്കാം. ഓക്കെ, ടൈറ്റ് ചെയ്യാം. കണ്ടോ? ഇനി വന്നിട്ട് വീണ്ടും സൈഡിലൂടെ കോർക്കാം. ഇവിടെ 2 ബീഡ് കോർക്കാം. ഓപ്പോസിറ്റായിട്ട് കോർക്കാം. കണ്ടോ? ഇനി ഇതിനെ ഈ ഒരു ബീഡിലേക്ക് കോർക്കാം. ഇതിനെ വന്നിട്ട് ഇതിൽ 2 ബീഡ് കോർക്കാം. അതിനിടയിൽ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. ഇവിടെ ഒരു ഓട്ടോ വന്ന് നിർത്തിയപ്പോൾ ആരാന്നറിയാനുള്ള ഒരു ഇതിൽ അങ്ങ് നോക്കിയിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് 2 ബീഡ് കോർക്കാം. അതിൽ ലാസ്റ്റത്തെ ബീഡിൽ ഒന്നാമത്തെ ബീഡ് ഉള്ളിലേക്ക് മാറ്റാം, കോർക്കാം. രണ്ടാമത്തെ ബീഡിൽ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു ത്രെഡ് കോർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടിന്യൂ ആയിട്ട് മുഴുവനായിട്ടും പോവാം. എന്നിട്ട് നല്ല രീതിക്ക് കെട്ടി വെക്കാം. അപ്പോൾ നല്ല വീതിയുള്ളൊരു ബ്രേസ്ലെറ്റ് കിട്ടും. ഇത്ര വീതിയുള്ള ബ്രേസ്ലെറ്റ് കിട്ടും. അപ്പോൾ ചിലർക്ക് കൈ നിറയെ ബ്രേസ്ലെറ്റ് ഇടാൻ ഇഷ്ടമുണ്ടാവും. എനിക്കിഷ്ടമാണ് കേട്ടോ. ഒരു 4-5 ബ്രേസ്ലെറ്റൊക്കെ ഒരുമിച്ച് ഇടാം. എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പുറമേ നിന്ന് മുമ്പൊക്കെ ബ്രേസ്ലെറ്റ് ഇതേപോലത്തെ എലാസ്റ്റിക് ബ്രേസ്ലെറ്റ് വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് വീതിയുള്ളത് വാങ്ങും. അങ്ങനെയാണ്. എൻ്റെ വാച്ചാണെങ്കിലും കുറച്ച് വീതിയുള്ള ടൈപ്പാണ് കേട്ടോ. കുറച്ച് അങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടം. ഗോൾഡിൻ്റെ കൂടി അങ്ങനത്തെ ഇഷ്ടമില്ല കേട്ടോ. ഇതേപോലത്തെ ബീഡ്സ് അല്ലെങ്കിൽ ബീഡ്സ് വെച്ചുള്ള ബ്രേസ്ലെറ്റ്, വളയൊക്കെ ഒരുപാട് കുറച്ചധികം കയ്യിലിടണം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കില്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വർക്ക് ഇഷ്ടമാവും. സിമ്പിളായിട്ട് വേണമെന്നുള്ളവർക്ക് ഇത് പറ്റില്ല കേട്ടോ. എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, 2 ബീഡ് കോർത്തു, ഓപ്പോസിറ്റായിട്ട് കോർത്തു. കാണുന്നില്ലേ? ഇതേപോലെ കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യണം, ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ എത്തണം. അപ്പോൾ ഞാൻ അത്ര വരെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇവിടെ വന്നിട്ട് ലാസ്റ്റ് എത്തി കേട്ടോ. ലാസ്റ്റത്തെ ബീഡ്സിലെത്തി. ഇനി വന്നിട്ട് ഏറ്റവും ലാസ്റ്റുള്ള ഇവിടെയുള്ള ബീഡിലേക്ക് കോർക്കാം. അടുത്തതിൽ ഒരു ബീഡ് കോർത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഈ ഒരു ബീഡിലൂടെ ഓപ്പോസിറ്റായിട്ട് കോർക്കാം. ഓക്കെ, ടൈറ്റ് ചെയ്യാം. ഒന്നുകിൽ ഇവിടെ കെട്ടിയിട്ട് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അടുത്തുള്ള 1-2 ബീഡ്സിലൂടെ പോയിട്ട് 2 ത്രെഡും അടുത്തടുത്ത് വരുമ്പോൾ അവിടെ കെട്ടിയിട്ട് അവസാനിപ്പിക്കാം. ഞാൻ എന്തായാലും ഇവിടെ തന്നെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കെട്ടാം.
എന്നിട്ട് ജസ്റ്റ് ഗമ്മ് ആക്കണം കേട്ടോ. ടൈറ്റ് ചെയ്യാം. ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനൊന്ന് പശയൊന്ന് മൂടി വെക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക്. കണ്ടോ, നല്ല വീതിയുള്ളൊരു ബ്രേസ്ലെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിട്ട് കാണിച്ചു തരാം. കണ്ടോ, കയ്യിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്കിഷ്ടമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം. ആഹാ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. അത് ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. കമൻറ്റ് വായിക്കുക, അതിന് റിപ്ലൈ തരികയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ വെറൈറ്റി ജ്വല്ലറി ഐറ്റംസും ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതേപോലെ കുറച്ച് എൻ്റെ വിശേഷങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായിട്ട് നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമ്പം അതുകൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പ്രകൃതിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന കുറച്ചധികം നല്ല കാഴ്ചകളുണ്ടെങ്കിൽ അതുകൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത് തന്നെയാണ് കേട്ടോ, ജ്വല്ലറി മേക്കിംഗ് ആൻഡ് ഹെയർ ആക്സസറീസിൻ്റെ വർക്ക് ആണുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ.